ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പേപ്പർ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പേപ്പർ ബുക്ക് ഉണ്ടാക്കിയതിൻ്റെ എന്ന് വെച്ചാൽ സ്മോൾ നോട്ട് ബുക്ക് ഉണ്ടാക്കിയതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾക്ക് കുറേ പേപ്പേഴ്സ് ഞാനിതാ പല ഷേപ്പിൽ, അതായത് ഒരു ഷേപ്പിൽ തന്നെ കുറേ പേജസ് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ബാക്കി കിട്ടിയ കുറച്ച് വേസ്റ്റാണ് ഇതിൽ നിന്ന് നമുക്കൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ഇതിൽ പേപ്പേഴ്സ് നമ്മളിതുപോലെ എടുക്കാം. അതിനുശേഷം ഇതിൽ കണ്ടോ ഈ നീളത്തിൽ വന്നൊരു ഭാഗമില്ലേ, ആ ഭാഗം നമുക്ക് വെട്ടിയെടുക്കാം. ഇങ്ങനെ നീളത്തിലുള്ള ഭാഗം നമുക്ക് വെട്ടിയെടുക്കാം എല്ലാ പേപ്പേഴ്സിൻ്റെയും. അതിലിതാ ഇതുപോലെ ഇങ്ങനെ വട്ടത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതും പിന്നെ മുകളിൽ ഞാൻ കണ്ടോ ഇതുപോലെ വട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഭാഗമൊക്കെ നമുക്ക് വെട്ടിക്കളയാം. എന്നിട്ട് നല്ല ഭാഗം മാത്രം ഇതുപോലെ നീളത്തിൽ വെട്ടിയെടുക്കാം. ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം. ഇതിലുള്ള എല്ലാ പേപ്പേഴ്സിനും നീളവും ഒരേപോലെ തന്നെ ആയിരിക്കണം, എന്നാലേ ആ ക്രാഫ്റ്റിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. വീതിയും ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെ ആയിരിക്കണം. എന്നാലും ചെറിയ രീതിയിലുള്ള ഒരു ഇത് വന്നാൽ കുഴപ്പമില്ല. എന്നാലും നീളം എല്ലാത്തിനും ഒരുപോലെ ആവണം. അതുപോലെ നമ്മൾ വെട്ടിയെടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്ത് കൊടുക്കാം. ഇത് പെയിൻറ്റ് വെച്ചും സ്കെച്ച് വെച്ചും മാർക്കർ വെച്ചും വേണമെങ്കിൽ എന്താ പറയുക വാട്ടർ കളർ വെച്ചും ഒക്കെ നമുക്ക് കളർ ചെയ്തെടുക്കാം. ഇപ്പം ഞങ്ങൾ പെയിൻറ്റ് വെച്ചിട്ടാണ് കളർ ചെയ്തെടുക്കുന്നത്. ഞാൻ എല്ലാ കളേഴ്സും ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും 2 കളേഴ്സ് ചെയ്തെടുക്കാം, വേണമെങ്കിൽ ഒരു കളർ മാത്രമായി ചെയ്തെടുക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഈ വേസ്റ്റ് പേപ്പറിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ കളർ പേപ്പർ ഇല്ലേ, അതിലും നമുക്കിതുപോലെ ഒരേ നീളത്തിൽ വെട്ടിയെടുത്തിട്ട് വേണമെങ്കിലും ഇത് ക്രാഫ്റ്റ് ഉണ്ടാക്കിയാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ നമുക്കിതുപോലെ കളർ ചെയ്തെടുക്കാം. ഇതാ ഞാൻ കളർ ചെയ്ത എല്ലാം എടുത്തു തന്നിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു പേപ്പർ ഇതുപോലെ നമ്മൾ വട്ടത്തിൽ മടക്കിയെടുക്കുന്നുണ്ട്. ഇതിൽ കളർ ചെയ്യാത്ത വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ വട്ടത്തിൽ മടക്കിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലത്തെ സൈഡിലായിട്ട് നമുക്ക് ഇത്തിരി പശ തേച്ച് കൊടുക്കാം. എന്നിട്ട് ആ വട്ടം പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അടുത്ത ഒരു പീസ് എടുത്തിട്ട് അതിൽ കളർ ചെയ്യാത്ത വശം ഇങ്ങനെ ഉള്ളിലേക്ക് ചെയ്യാം. കളർ ചെയ്യാത്ത വശം ഇതുപോലെ കാണും. അപ്പോൾ അതിൽ കളർ ചെയ്യാത്ത വശം നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ വട്ടത്തിൽ നമുക്ക് പശ തേച്ചിട്ട് ഒട്ടിക്കാം. ഇതുപോലെ തന്നെ എല്ലാ പീസും ഇതുപോലെ തന്നെ ചെയ്യാം. ഉള്ളിലേക്ക് ഇതുപോലെ ഇപ്പം ഞാൻ ഈ പച്ച ചെയ്തില്ല, ആ പച്ച ചെയ്ത പോലെ തന്നെ എല്ലാ പീസും ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇത് നോക്കുമ്പോൾ ഈ പച്ച കുറച്ച് വലിപ്പം കൂടുതലും ബ്രെഡ് വലിപ്പം കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പച്ച ഒന്നുകൂടിയും ഒന്നെടുത്തിട്ട് ഒന്ന് ചെറുതാക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ കളറ് ഒരു ഇതുണ്ട്, എൻ്റെ അനിയനാണ് കൊടുത്തത്, ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു ഇതുണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് മാലയായിട്ട് ഇങ്ങനെ കോർത്ത് ഇണക്കി നമുക്ക് വേണമെങ്കിൽ ജനലിലും അതുപോലെ തന്നെ വാതിലിലും ഒക്കെ ഇത് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.